ഇങ്ങനെ പറമ്പുകളത്തെ രണ്ടാമത്തെ ദിവസമാട്ടാ. അപ്പം രാവിലെ തന്നെ എനിക്ക് മോർണിങ്ങിന് ട്രക്കിങ്ങിന് പോകാനായിട്ട് ട്രക്കിങ്ങിലത്തെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് വണ്ടി നമ്മുടെയാണ്, നമ്മളെ സ്വന്തം വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈഡ് നമ്മുടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോകുമ്പോൾ എന്തൊക്കെ അനിമൽ സൈറ്റിങ് കിട്ടുമെന്ന് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കടുവ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കാണാം. ആശാന്മാർ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുളയിലൊക്കെ കയറി മുളയിൽ കുലിക്കുന്ന നിലത്തിടുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പുള്ളിമാൻ ഒറ്റയ്ക്കുള്ള മെയിലാണ്. സഫാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യ സൈറ്റിങ് തന്നെ കിട്ടിയത് ഒരു കൂട്ടം കാട്ടുപന്നി. ഒരു ഫാമിലി മൊത്തമുണ്ട്. റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു പെട വിഷ്വലാണ് കിട്ടിയത്. ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോണ്ട് ഒരു കൊമ്പൻ. പക്ഷേ ഇവൻ നമുക്ക് അധികം കാഴ്ചകളൊന്നും തന്നില്ല കേട്ടോ. നിരാശപ്പെടുത്തിയെങ്കിലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും ഗൈഡ് പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഒരു മലയണ്ണൻ. ആള് നല്ല ഫുഡ് അടിയിലാട്ടോ. ആള് നമ്മളടിയിലുണ്ടെന്ന് പോലും ആളറിയുന്നില്ല. ആളെ പരിപാടി ആൾ നടക്കട്ടെ. ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എടുത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, ഈ ഒരു ഭാഗത്തിൽ കൂടെ ഒരു ടൈഗർ അങ്ങനെ നടന്നു പോയാൽ ആഹാ, എൻ്റെ വീഡിയോ അങ്ങോട്ട് കലക്കും. ആ ഒരു വിഷ്വലാണ് ഞാൻ എടുത്തത്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. സൂര്യോദയമൊക്കെ കണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മുടെ കണ്ണിമരത്തേക്ക്. ഇത് വർഷം കുറേ പാരമ്പര്യമുണ്ട്, കുറേ അധികം കഥകൾ പറയാനുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പണ്ട് ബ്രിട്ടീഷുകാർ മുറിച്ചിട്ട ഒരു വലിയൊരു തേക്ക് മരം കൂടി ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാനറിയില്ല, എന്നാലും സൂപ്പറാണ് കാണാൻ. ഇവൻ്റെ പണി ഇവൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോഴാണ് കണ്ടത് ഒരു കൂട്ടം കാട്ടുപോത്ത്, അതായത് കാട്ടി, ഇന്ത്യൻ ഗൗരവ് എന്നും പറയും. നമ്മൾ ഇതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് വീണ്ടും വണ്ടി എടുത്തപ്പോഴാണ് നേരത്തെ നമ്മൾക്ക് കാണാൻ കിട്ടാത്ത ആ കൊമ്പനെ നമ്മൾ കണ്ടു കിട്ടാം. കുറേ കാഴ്ചകൾ അവൻ നമുക്ക് കാഴ്ച തന്നില്ലെങ്കിലും ഗൈഡ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവൻ ഒറ്റക്കൊമ്പനാണ്, നീരിലാണ്. ഒറ്റയ്ക്ക് കിട്ടിയ പണി എന്തായാലും കിട്ടും. അപ്പോൾ ഇവൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ ഇവ ഇത്തിരി ദൂരെ നിന്നതുകൊണ്ട് നമുക്ക് ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. നീരിൽ നിൽക്കുമ്പോൾ ഏതാനയും ഒരു കൊലകൊമ്പൻ തന്നെ. ഇത്തിരി ദൂരെ നിന്നുകൊണ്ട് വളരെ സമാധാനം. കുറച്ച് ഫോട്ടോസുകളും വീഡിയോസുകളും ഇവൻ നമുക്ക് തന്നു. വന്നതല്ലേ എന്തായാലും കൊടുത്തേക്കാന്നുള്ള രീതിയിൽ ആൾ നമുക്ക് അങ്ങോട്ട് തന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോണ്ട് മയിലാട്ടം. ഇത് വണ്ടിയുടെ ഉള്ളിൽ നിന്നാട്ടം ഞാൻ എടുത്തത്. ക്ലിയർ ആവാൻ സാധ്യത കുറവാണ്. ഒരു ഫീമെയിൽ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഫീമെയിലിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാട്ടാ ഈ പീലൊക്കെ വിടർത്തി ഞാൻ ചുള്ളനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കാഴ്ചകൾ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് പീലൊക്കെ ചുരുക്കി ആളെ പാട്ടിനെ പോയിട്ടാ. ഇന്നത്തെ സഫാരി കഴിഞ്ഞു. ഇനി നേരെ റൂമിലേക്ക് പോകണം. റൂമിൻ്റെ അടുത്ത് വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. രാവിലെ മുള കുലുക്കി മുളയരി നിലത്തിടുന്ന ആൾക്കാരെ കണ്ടില്ലേ, അവരൊരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരെ മാത്രമേ നമ്മൾ പ്രത്യേകം എടുത്തു കാണും. ഇവരൊരു ഫാമിലിയാണ്. ഇവന്മാരെ പണി ഇവരെന്തായാലും തുടങ്ങട്ടെ. നമുക്കാദ്യം വിശപ്പൊന്ന് കറ്റാം. സഫാരിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആറുമുഖൻ ചേട്ടൻ നമുക്ക് നല്ല ചൂട് ദോശയും കടലക്കറിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. ഫുഡിന് പൈസയും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. ഇതിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞ് പൈസ കൂടുതലും കാര്യങ്ങളൊന്നുമില്ല. സുഹൃത്തുക്കളെ, ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റൈൽ റിട്ടേൺ എത്തി. നമ്മൾ ചായ കുടിച്ചു. ചായ നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ അവരുണ്ടാക്കി തന്നു. സൂപ്പറായിരുന്നു. ഫുഡൊക്കെ സൂപ്പർ ഫുഡാട്ടോ, ഒരു കാര്യം പിടിക്കാനില്ല. എല്ലാ കാര്യം പെർഫെക്റ്റ് ഫുഡാണ്. നൈറ്റ് ഫുഡായാലും മോർണിംഗ് ഫുഡായാലും സൂപ്പറാണ്. പിന്നെ ഈ സ്റ്റേ ബുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സ്റ്റേയിൽ ഒന്ന് താമസിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് അത്രയും വിലപ്പെട്ട ഒരാളെ കയ്യിൽ നിന്ന് നമ്മൾ സ്റ്റേ വിളിച്ച് ചോദിച്ചിട്ട് എടുത്തൊരു സ്റ്റേ ആണത്. അതുപോലെ തന്നെ ഇപ്പോൾ കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെ, എൻ്റെ ബാക്കിൽ കാണാം വറ്റ് വരണ്ടിരിക്കുകയാണ് കാട്. പിന്നെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണവുണ്ട്. പിന്നെ എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ നല്ല രീതിയിൽ അനിമൽ സൈറ്റിംഗ് ഉണ്ട്. അനിമൽ സൈറ്റിങ്ങിന് ഒരു കോംപ്രമൈസ് ഇല്ല, നല്ല രീതിയിലുണ്ട്. ദൈവാനുഗ്രഹിച്ച് നല്ല വിഷ്വൽസോളും വീഡിയോസോളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പറമ്പിക്കോളം നമ്മളെ നിരാശപ്പെടുത്താണ്ടാണ് നമ്മളെ വിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ അനേകം സ്റ്റേകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരും മടിച്ച് നിൽക്കണ്ട. വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ പറമ്പിക്കുളം
ഇതിലേക്ക് എന്തായാലും പോകുന്നു. നല്ല രീതിയിൽ എനിമൽ സൈറ്റിംഗ് ഉണ്ട്, നല്ല നല്ല വീഡിയോസുകളും കാണാം. ഓക്കെ, നല്ല നല്ല ഫോട്ടോസുകളും എടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫോറസ്റ്റ് ആദ്യ വീഡിയോ ആണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിനും നല്ല 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 വീഡിയോസുകളായിട്ട്, ഫോറസ്റ്റ് വീഡിയോസുകളായിട്ട് ഞാൻ വരണമായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് മുന്നേ ബൈ ബൈ. ഞാൻ കുറച്ച് ഫോട്ടോസുകൾ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തുള്ളത് വിവോ X300 എന്ന പറഞ്ഞ ഫോണിലാണ്. വീഡിയോസൊക്കെ അതിലാണ് എടുത്തിട്ടുള്ളത്. തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് അറിയാം, എന്നാലും ക്ഷമിക്കണം. ഇതിനും നല്ല വീഡിയോസായിട്ട് ഞാൻ വരണമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും കൂടെ ഉണ്ടാവണം.